ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, ഷെയർ ചെയ്യുക, ഫുൾ വീഡിയോ കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ ആണ് എല്ലാവരും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഏത് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്? ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫിസിക്സിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ വാട്ട്, ഓപ്ഷൻ ബി വോൾട്ട്, ഓപ്ഷൻ സി ഓം, ദെൻ ഓപ്ഷൻ ഡി കൂളം. 4 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇതിന് ആൻസർ നമുക്ക് ഒരെണ്ണം കിട്ടും. ബാക്കി ഓപ്ഷൻസ് എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻസ് ആക്കി തന്നെ പഠിക്കണം. ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ചോദിക്കുക ചിലപ്പോൾ അല്ലേ? അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് ആൻസർ നോക്കാം. എന്താണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 2 പോയിന്റ്സ് തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു വയർ എടുക്കുകയാണെങ്കിൽ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തിരിഞ്ഞു പോകരുത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി വോൾട്ട് ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വോൾട്ട് ആണ്. തിരിഞ്ഞു പോകരുത്. വാട്ടും വോൾട്ടും തിരിഞ്ഞു പോകരുത്. VOLT വോൾട്ട് ആണ് എന്തെന്ന് പറയുക? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. വാട്ട് WATT വാട്ട് എന്തിൻ്റെതാണ്? എന്തിൻ്റെ SI യൂണിറ്റ് ആണ്? പവറിൻ്റെ SI യൂണിറ്റ് ആണ്. തിരിഞ്ഞു പോകരുത്. പവറിൻ്റെ SI യൂണിറ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുക? വാട്ട് എന്ന് പറയുക അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഓം. എന്താണ് ഓം? അല്ലെങ്കിൽ എന്തിൻ്റെ SI യൂണിറ്റ് ആണ് ഓം? എന്താണ്? റെസിസ്റ്റൻസ്. എന്താണ്? റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുക എന്നാണ് റെസിസ്റ്റൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുക അല്ലേ? റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓം ആണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ ലാസ്റ്റ് വൺ നോക്കിയേ. കൂളംബ്. കേട്ടുണ്ടോ? കൂളംബ്. കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ SI യൂണിറ്റ് ആണ്? എന്താണ്? ഇലക്ട്രിക് ചാർജ്. തിരിഞ്ഞു പോകരുത്. തമ്മിൽ ഒന്നും തിരിഞ്ഞു പോകരുത്. ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കൂളംബാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ എന്താണ്? ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതും തിരിഞ്ഞു പോകരുത്. ഏതാണ്? ആംപിയർ ആണ്. എന്താണ്? ആംപിയർ ആണ് എന്തെന്ന് പറയുക? ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയറും ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളംബുമാണ്. അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? kg ആണ് മാസിൻ്റെ SI യൂണിറ്റ്. ടൈം കേട്ടിട്ടുണ്ടോ? ടൈമിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ആണ് ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുക അല്ലേ? അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കേട്ടിട്ടുണ്ടോ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മോൾ ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്താണ്? ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കെൽവിൻ ആണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ്. ക്ലിയർ ആണോ? പഠിച്ചോ? ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? എന്താണ്? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? കണക്റ്റീവ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചു. അതിലെന്താണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്താണ്? ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫിസിക്സിൽ നിന്ന് എടുത്തു. അത് കണക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ടൊന്നും ഇല്ലല്ലോ? അങ്ങനെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനോട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എലമെന്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോളാർ സെൽസ്? സോളാർ സെൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. കേട്ടിട്ടുണ്ടോ? സോളാർ സെൽസ്. എന്താണ് സോളാർ സെൽ എന്ന് പറഞ്ഞാൽ? എന്താണ് സോളാർ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സോളാർ എനർജിയെ സോളാർ എനർജിയെ എന്തിലോട്ട് മാറ്റുന്നുണ്ട്? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോളാർ എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ളതാണ് എന്തെന്ന് പറയുക? സോളാർ സെൽസ് എന്ന് പറയുക അല്ലേ? ഈ സോളാർ സെൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സിലിക്കൺ, ഓപ്ഷൻ ബി സോഡിയം, ഓപ്ഷൻ സി സിൽവർ, ദെൻ ഓപ്ഷൻ ഡി
സൾഫർ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സിലിക്കൺ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ സിലിക്കൺ ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ സോഡിയം. എന്താണ് സോഡിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു? ഏതാണ്? സോഡിയം ഏതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു? സോഡിയം ആണ്. പൊട്ടാസ്യം അല്ലേ? 2 മെറ്റൽസിനെ കുറിച്ച് പറയണം. ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. എന്താണ് സോഡിയവും പൊട്ടാസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എന്തിന് എക്സാമ്പിൾ ആണ്? സോഡിയം പൊട്ടാസ്യം എന്താണ്? മെറ്റൽസിന് എക്സാമ്പിൾ ആണ് അല്ലേ? മെറ്റൽസിന് എക്സാമ്പിൾ ആണ് സോഡിയം പൊട്ടാസ്യം. ഏത് തരത്തിലുള്ള മെറ്റൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? സോഫ്റ്റ് മെറ്റൽസ്. എന്താണ്? സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? ഈ സോഡിയം പൊട്ടാസ്യം. ക്ലിയർ ആണോ? സോഫ്റ്റ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നൈഫ് വെച്ച് അല്ലെങ്കിൽ പിച്ചാത്തിയോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് ആണ്. അങ്ങനെയുള്ള മെറ്റൽസ് ആണ് എന്തെന്ന് പറയുക? സോഡിയം പൊട്ടാസ്യം. അതുപോലെ നോക്കി ഇവ രണ്ടും എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. സോഡിയവും റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലി റിയാക്റ്റീവ് ആണ്. ഇവയൊക്കെ എന്താണ്? അന്തരീക്ഷത്തിൽ കണ്ടാലും അത് കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിനോടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിച്ച് വെക്കാൻ എന്തുണ്ട്? ഒരു മെറ്റീരിയൽ ഉണ്ട്. ഏതിനകത്താണ് സൂക്ഷിച്ച് വെക്കുക? എന്താണ്? കെറോസിൻ. കേട്ടിട്ടുണ്ടോ? കെറോസിൻ, മണ്ണെണ്ണ അല്ലേ? കെറോസിനിൽ സൂക്ഷിക്കുന്ന 2 മെറ്റൽസ് ആണ് എന്തെന്ന് പറയുക? ഈ സോഡിയം പൊട്ടാസ്യം. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ്? ഇവ സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇവ ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവ എന്ത് ചെയ്യുക? കെറോസിനകത്ത് സൂക്ഷിച്ച് വെക്കുക. ഇനി നോക്കിയേ സിൽവർ. കേട്ടിട്ടുണ്ടോ? സിൽവർ എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റലിന് എക്സാമ്പിൾ ആണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത്. എന്താണ് സിൽവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. അതായത് ഹീറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിൽവർ ആണ്. ഹീറ്റ് അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രിസിറ്റി. ഹീറ്റ് ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സിൽവർ ആണ്. പക്ഷെ 2ാം സ്ഥാനമേ ഉള്ളൂ ആർക്ക്? കോപ്പറിന്. നമ്മുടെ വീടുകളിൽ ഹൗസ് ഹോൾഡ് വയറിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കോപ്പർ അല്ലേ? നല്ല തിളക്കമുള്ള വസ്തുവാണ് അല്ലെ? തിളക്കമുള്ള മെറ്റലാണ്. ഇവയ്ക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നമ്മൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ എന്താണ്? നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സിൽവർ ആണ്. 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? കോപ്പറിനാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഡൗട്ടൊന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which organ does the disease eczema affect? എക്സിമ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് ബോഡിയുടെ ഏത് പാർട്ടിനെയാണെന്നാണ്. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി ലങ്സ്, ദെൻ ഓപ്ഷൻ ഡി സ്കിന്ന്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ്? എക്സിമ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് ഏത് ഓർഗനെയാണ് ചോദിച്ചേക്കുന്നത്. നോക്കി നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. പാൻക്രിയാസ്. എന്താണ് പാൻക്രിയാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുക? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നോക്കി എന്താണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട് അല്ലേ? ബ്ലഡിനകത്തുള്ള ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക അല്ലേ? ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഇൻസുലിൻ്റെ ഫംഗ്ഷൻ അല്ലേ? ഇതിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനനുസരിച്ച് എന്ത് പറ്റും? നമ്മളൊരു ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസുലിനെ നമ്മുടെ ബോഡിയിലോട്ട് എത്തിക്കുന്നുണ്ട് അല്ലേ? അന്നേരം നോക്കി പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുക അല്ലേ? നമ്മൾ നോക്കി ലിവർ അല്ലേ? ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ ഓർഗനാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ട് എന്താണ്? സിറോസിസ്. കേട്ടിട്ടുണ്ടോ? ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഡിസീസ്. അതായത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഡിസീസാണ് എന്തെന്ന് പറയുക? ലിവർ സിറോസിസ് എന്ന് പറയുക അല്ലേ? ഇനി നോക്കിയാൽ ലങ്സ്. എന്താണ്? നമ്മുടെ റെസ്പിറേറ്ററി ഓർഗനാണ്. റെസ്പിറേറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത ഓർഗനാണ് ലങ്സ് എന്ന് പറയുക. ഈ ലങ്സ് എന്താണ്? സ്റ്റഡി ഓഫ് ലങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ട് പറ്റും? പൾമണോളജി. കേട്ടിട്ടുണ്ടോ? പൾമണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുക? പൾമനോളജി എന്ന് പറയുക. ഇനി നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സ്കിന്നാണ് അല്ലേ? സ്കിന്നിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ്? ഡെർമറ്റോളജി.
എന്താണ്? ഡെർമറ്റോളജിയാണ് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുക? സ്കിന്നിനെ കുറിച്ച് അല്ലേ? നമ്മുടെ സ്കിന്നിനെ കുറിച്ചുള്ള സ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഡെർമറ്റോളജി പറയണം. ലങ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ എന്ത് പറയണം? പൾമനോളജി പറയണം അല്ലേ? ഇനി നോക്കേ, ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഓക്കെ, സ്കിന്നിനെ നമ്മൾ പറഞ്ഞു ഡെർമറ്റോളജിയാണ്. ലങ്സിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ്? പൾമനോളജിയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ലങ്സിനെ നോക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ എന്തായിരിക്കും? ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്നത് പ്ലൂറ അല്ലേ? പ്ലൂറയാണ് എന്ത് ചെയ്യുക? ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്ലൂറയാണ്. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പെരികാർഡിയമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. പെരികാർഡിയമാണ് എന്തെന്ന് പറയുക? ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പെരികാർഡിയമാണ്. ക്ലിയർ ആണോ? തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സിമ ഡിസീസ് എഫക്റ്റ് ചെയ്യുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി, സ്കിന്നിനെ ബാധിക്കുന്ന ഡിസീസാണ്. ക്ലിയർ ആണോ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ല. ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലീസിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്നിവീർ GD, അഗ്നിവീർ ട്രേഡ്സ്മാൻ, അഗ്നിവീർ ടെക്നിക്കൽ, ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ ബാച്ചിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അക്കാഡമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ട് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അത് സൂം മീറ്റിലായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സസ് എല്ലാം. ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് സെയിം ക്ലാസ് തന്നെ എന്താണ്? റെക്കോർഡഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്ലി 6 days ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സും മോക്ക് ടെസ്റ്റുകളും നമ്മൾ ഒരു കോഴ്സിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. HNO3 ഈസ് ദ കെമിക്കൽ ഫോർമുല. എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻ? HNO3 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ കെമിക്കൽ ഫോർമുല എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? HNO3 കേട്ടിട്ടുണ്ടോ? HNO3 എന്താണ്? HNO3 എന്ന് പറഞ്ഞാൽ നോക്കിയേ, സിൽവർ നൈട്രേറ്റ്. ഓപ്ഷൻ ബി അമോണിയം നൈട്രേറ്റ്. ഓപ്ഷൻ സി സോഡിയം നൈട്രേറ്റ്. ദെൻ ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് HNO3 എന്ന് പറയുന്നത് ഏതിനെയാണെന്ന് നോക്കാം നമുക്ക്. ഏതിനെയാണ് HNO3 എന്ന് പറയുന്നത്? നൈട്രിക് ആസിഡിനെയാണ്. നമ്മൾ എന്ത് കെമിക്കൽ നെയിമാണ് അല്ലെങ്കിൽ നമ്മൾ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്തെന്ന് പറയുക? HNO3 എന്ന് പറയുക. എന്നിട്ട് ആൻസർ ഏതാണ്? നൈട്രിക് ആസിഡ് ആണ് അല്ലേ? ആസിഡ്സ് നമുക്കറിയാം. എന്താണ് ആസിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? പുളിരസമാണ്, സോർ ടേസ്റ്റ് ആണ് അല്ലേ? ആസിഡ്സിന് എപ്പോഴും എന്തായിരിക്കും? എന്താണ്? പുളിരസമാണ്, സോർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബേസിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലേ? ബിറ്റർ ടേസ്റ്റ് ആണ് എന്തിനുള്ളത്? ബേസിനുള്ളത്. അതിൽ ആസിഡിനുള്ള ടേസ്റ്റ് ചോദിച്ചാൽ എന്താണ്? സോർ ടേസ്റ്റും ബേസിനുള്ള എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആസിഡിനകത്ത് മെയിൻ കണ്ടന്റ് ഒന്നുണ്ട്. ഏതായിരിക്കും ആസിഡ്സിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുക? എന്തായിരിക്കും? ഹൈഡ്രജൻ ആണ്. ക്ലിയർ ആണോ? ഹൈഡ്രജൻ ആണ് എന്തെന്ന് പറയുക? എല്ലാ ആസിഡ്സിനകത്തും എന്തെന്ന് പറയുക? മെയിനായിട്ട് കാണപ്പെടുക. നമുക്ക് നോക്കാം. HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് HCl എന്ന് പറയുക അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുക? ഹ്യൂമൻ ബീങ്സിനകത്ത് സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് അല്ലേ? നമ്മുടെ ശരീര ഭാഗത്തിനകത്ത് എന്ത് ചെയ്യുക? സ്റ്റൊമക്കിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? HCl ആണ്. H2SO4 എന്താണ്? H2SO4 സൾഫ്യൂരിക് ആസിഡ് അല്ലേ? അതായത് കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെ അറിയപ്പെടുന്നു. കെമിക്കലുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അങ്ങനെ എന്താണ്? എല്ലാത്തിലും സൾഫ്യൂരിക് ആസിഡ് എടുത്താലും ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്താലും നൈട്രിക് ആസിഡ് എടുത്താലും ഇതിനെല്ലാത്തിലും ഏതുണ്ട്? ഹൈഡ്രജൻ കണ്ടന്റ് ഉണ്ട് അല്ലേ? അന്നേരം ആസിഡിനകത്ത് മെയിനായിട്ട് കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം, ഒരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കെയിൽ യൂസ് ചെയ്യും. ആ സ്കെയിലിൻ്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ? എന്താണ്? pH സ്കെയില്. എന്താണ്? pH സ്കെയില്. ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആസിഡ് ആണെങ്കിൽ നോക്കാം, നമുക്ക് റീഡിങ് എങ്ങനെ വരുമെന്ന് നോക്കാം. pH സ്കെയിലിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 0 to 14 വരെയാണ് pH സ്കെയിലിൻ്റെ വാല്യൂ എന്ന് പറയുക അല്ലേ?
0 തൊട്ട് 14 വരെ. ഇതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ 0യുടെയും 14ൻ്റെയും മിഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആണ്. ഇതെപ്പോഴും എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. എന്താണ്? 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആണ്. 7 to 14 എന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കുന്നു? ബേസിൻ്റെ സ്വഭാവം ഉള്ളത് കാണിക്കുന്നുണ്ട്. 0 to 7 ആണെങ്കിൽ എന്താണ്? അസിഡിക് സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമുക്കൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ തന്നേക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണം? pH സ്കെയിൽ ഡിപ്പ് ചെയ്യണം. pH സ്കെയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? 0 തൊട്ട് 7 വരെയാണ് റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എപ്പോഴും ഏതായിരിക്കും? അസിഡിക് സ്വഭാവമായിരിക്കും കാണിക്കുക. ഇപ്പോൾ നോക്കിയേ, 0 to 7 വരെ ആണെങ്കിൽ എന്താണ്? 5.7 ഒക്കെ കാണിക്കുവാണെങ്കിൽ ഏതായിരിക്കും? ആ സൊല്യൂഷൻ ആസിഡ് ആണെന്ന് പറയാം. ഇനി നോക്കി, നമുക്ക് തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ റീഡിങ് 7 ആണ്, കറക്റ്റ് 7 ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആസിഡും അല്ല ബേസും അല്ല, എന്താണ്? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. അന്നേരം വാല്യൂ 7 വരുന്ന എപ്പോഴും ഏത് സൊല്യൂഷൻ ആയിരിക്കും? എന്താണ്? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ഇനി നോക്കിയേ, ഇനി വേറൊരു നമുക്ക് തന്നിരിക്കുന്ന ബൗളിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ആ pH സ്കെയിൽ ഇട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, 7 to 14 ഇടയ്ക്കാണ് റീഡിങ് വരിക, അല്ലെങ്കിൽ 8.3 അല്ലെങ്കിൽ 9.4 ഇങ്ങനെയൊക്കെയുള്ള റീഡിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ബേസിക് മീഡിയം ആയിരിക്കും. അന്നേരം സിമ്പിളായിട്ട് പഠിക്കാം. എന്താണ്? pH സ്കെയിൽ വെച്ച് റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ 0 to 7 വരെ ഉള്ളതാണെങ്കിൽ അസിഡിക് സ്വഭാവമായിരിക്കും. 7 ആണെങ്കിൽ എന്താണ്? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 7 to 14 വരെ ആണെങ്കിൽ ഏത് സ്വഭാവം കാണിക്കുന്നുണ്ട്? ബേസിക് സ്വഭാവം കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അന്നേരം HNO3 എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? HNO3 എന്ന് പറയുക. അതുപോലെ തന്നെ എന്താണ്? അക്വാറീജിയ അല്ലേ? അക്വാറീജിയ എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. ഈ അക്വാറീജിയ എന്ന് പറയുന്ന സൊല്യൂഷനകത്ത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ക്ലിയർ ആണോ? അക്വാറീജിയ എന്ന് പറയുന്ന സൊല്യൂഷൻ നോബിൾ മെറ്റൽസ് ഡിസോൾവ് ആവുന്ന സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നൈട്രിക് ആസിഡ് ആണ്. അതിൻ്റെ സിമ്പിൾ എന്താണ്? HNO3 എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? നൈട്രിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ക്വിക്ക് ലൈം? എന്താണ്? ക്വിക്ക് ലൈം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ കെമിക്കൽ നെയിം എന്തെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ഓക്സൈഡ്, ഓപ്ഷൻ സി കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചേക്കുന്നത്? ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഒരു ബേസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ ബേസുമായിട്ട് റിലേറ്റഡ് ആണ്. അന്നേരം നമുക്ക് നോക്കാം. ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു ഗ്യാസ് ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസിൻ്റെ രൂപത്തിലാണ്. ഇനി നോക്കിയേ, അതുകൊണ്ട് നമുക്ക് ഇത് തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഇതെന്തായാലും ആൻസർ ആയിട്ട് വരില്ല. ഇനി നമുക്ക് 3 എണ്ണമാണ് ഉള്ളത്. സോഡിയം ഓക്സൈഡ് ഉണ്ട്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, കാൽസ്യം ഓക്സൈഡ് ഉണ്ട് അല്ലേ? ക്വിക്ക് ലൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ്? മെയിൻ കണ്ടന്റ് എന്തായിരിക്കും? കാൽസ്യം ആയിരിക്കും അല്ലേ? കാൽസ്യം ആയിരിക്കും. അന്നേരം നോക്കി, ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മുടെ മുൻപിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? കാൽസ്യം ഓക്സൈഡും ഉണ്ട്. ഏതായിരിക്കും ആൻസർ? കാൽസ്യം ഓക്സൈഡ് എന്നാണോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കുമോ ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്നത്? ഏതാണ്? തിരിഞ്ഞു പോകരുത്. ഏതാണ്? കാൽസ്യം ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? എന്താണ്? ക്വിക്ക് ലൈം എന്ന് അറിയപ്പെടുക അല്ലേ? കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കാൽസ്യത്തിന്റെ സിമ്പൽ Ca, ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? O. അന്നേരം CaO എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. ഈ കാൽസ്യം ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ക്വിക്ക് ലൈം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഫൈബർ ഈസ് കോൾഡ് ഗോൾഡൻ ഫൈബർ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ എ കോട്ടൺ, ഓപ്ഷൻ ബി ജൂട്ട്, ഓപ്ഷൻ ബി റയോൺ, ദെൻ ഓപ്ഷൻ ഡി വൂള്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണ്? ഗോൾഡൻ ഫൈബർ അല്ലേ? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? നോക്കിയേ, കോട്ടൺ എന്താണ്? നാച്ചുറൽ ഫൈബർ ആണ്. ഒരു നാച്ചുറൽ ഫൈബറിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക?
കോട്ടൺ എന്ന് പറയുക. ജൂട്ട് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു നാച്ചുറൽ ഫൈബർ ആണ്. എന്താണ് നാച്ചുറൽ ഫൈബർ എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ഫൈബേഴ്സ്. നാരാണ് എന്തെന്ന് പറയുക? നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുക. റയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാച്ചുറൽ ഫൈബർ ആണോ? അല്ല. എന്താണ്? അതൊരു ആർട്ടിഫിഷ്യൽ ആണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഫൈബറിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? റയോൺ എന്ന് പറയുക. വൂളും എന്താണ്? ഒരു നാച്ചുറൽ ഫൈബർ ആണ് അല്ലേ? വൂളും എന്താണ്? നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. ഇനി നോക്കി, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതിനെയാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി, ജൂട്ടിനെയാണ് എന്തെന്നറിയപ്പെടുക? ഗോൾഡൻ ഫൈബർ. എന്തുകൊണ്ടായിരിക്കും? ഒരു എന്താണ്? ഗോൾഡിഷ് കളറാണ് ഇത് കേട്ടോ. ഒരു ഗോൾഡിഷ് കളറാണ് ജൂട്ടിനുള്ളത്. എന്താണ്? ഷൈനി, നല്ല തിളക്കമുള്ളതും ഒരു ഗോൾഡിഷ് കളറായിട്ടുള്ളതാണ് എന്തെന്ന് പറയുക? ജൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെന്ന് പറയുന്നുണ്ട്? ജൂട്ടിനെ എന്തെന്നറിയപ്പെടുന്നു? ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. എന്താണ്? ഓക്കെ, കോട്ടനും ജൂട്ടും റയോണും വൂളും തന്നിട്ട് ചോദിക്കും. ഇതിനകത്ത് എന്താണ്? ഓഡ് വൺ പിക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. എന്തായിരിക്കും ഓഡ് വൺ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ആദ്യം എഴുതി വെച്ച് നോക്കിയാൽ മതി. ഏതാണ്? കോട്ടനും ജൂട്ടും വൂളും എന്താണ്? നാച്ചുറൽ ഫൈബർ ആണ്. പക്ഷേ റയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഫൈബർ ആണ്. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഏതാണ്? ഒന്ന് ചോദിച്ചത് എന്താണ്? ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു. ഇനി ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ ഓപ്ഷൻസ് എല്ലാം തന്നിട്ട് ഇതിനകത്ത് ഓഡ് വണ്ണിനെ പിക്ക് ചെയ്യാൻ പറയാം അല്ലേ? ഓഡ് വണ്ണിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കണം. എന്താണ്? ഇതിനകത്ത് നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, പിന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സും ഉണ്ട്. അതിൻ്റെ നാച്ചുറൽ ഫൈബേഴ്സിനെ എല്ലാം മാറ്റി നിർത്തണം. ബാക്കി ആരാണോ സെപ്പറേറ്റ് വരുന്നത് അതായിരിക്കും എന്തെന്ന് പറയുക? അതിൻ്റെ ആൻസർ എന്ന് പറയുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കി, ഹെവി വാട്ടർ ഈസ് ഓൾസോ കോൾഡ് ഡ്യൂറ്റീരിയം ഓക്സൈഡ്. എന്താണ് പറഞ്ഞേക്കുക? ഹെവി വാട്ടറിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡ്യൂറ്റീരിയം ഓക്സൈഡ്. ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ കെമിക്കൽ ഫോർമുല. നമ്മൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? എന്താണ് ചോദിച്ചേക്കുന്നത്? എന്താണ്? ഡ്യൂറ്റീരിയം ഓക്സൈഡിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ഹെവി വാട്ടർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എങ്ങനെ റെപ്രസെൻ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഇതിൽ 3 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണ്? ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിക്കാം. ഏതാണ് ഹെവി വാട്ടർ എന്നറിയപ്പെടുക? എന്താണ്? ഡ്യൂറ്റീരിയം ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ഹെവി വാട്ടർ എന്നറിയപ്പെടുക. തിരിച്ചും ചോദിക്കാം. എന്താണ്? അതായത് ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഹെവി വാട്ടർ. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റുന്ന ചാൻസ് ഉണ്ട്. ഇതൊന്നുമല്ല, നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഹെവി വാട്ടർ എന്ന് പറയുന്ന ഡ്യൂറ്റീരിയം ഓക്സൈഡിനെ നമുക്ക് എങ്ങനെ കെമിക്കൽ ഫോർമുലയായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലയായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഏതാണ്? D2O, ഓപ്ഷൻ ബി HDO, H2O, H2O2. 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം ഏതായിരിക്കും ആൻസർ. ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്നത് എപ്പോഴും ഏതാണ്? D2O ആണ് എന്തെന്നറിയപ്പെടുക? ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുക. എന്തുകൊണ്ടായിരിക്കും ഈ ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്ന് ഈ ഹെവി വാട്ടറിനെ പറയാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ആർക്കെങ്കിലും അറിയാമോ റീസൺ എന്താണ്? അതായത് ഹൈഡ്രജൻ്റെ അല്ലേ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് എന്തെന്ന് പറയുക? ഡ്യൂറ്റീരിയം. കേട്ടിട്ടുണ്ടോ? ഡ്യൂറ്റീരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പാണ്. 3 ഐസോടോപ്പ് ഉള്ളതിനകത്ത് ഒരു ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂറ്റീരിയം ആണ്. അന്നേരം ഈ ഹെവി വാട്ടറിനകത്ത് കാണപ്പെടുന്ന എന്താണ്? ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂറ്റീരിയം ആണ് കൂടുതലായിട്ട് കാണപ്പെടുക അല്ലേ? കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ ഹെവി വാട്ടറിനെ എന്തെന്നറിയപ്പെട്ടു? ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്ന് അറിയപ്പെട്ടു. ക്ലിയർ ആണോ? ഹൈഡ്രജൻ്റെ എന്താണ്? ഐസോടോപ്പ് ആയിട്ടുള്ള എന്താണ്? ഡ്യൂറ്റീരിയം ഓക്സൈഡിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂറ്റീരിയം ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഹെവി വാട്ടറിന് എന്തെന്നറിയപ്പെട്ടു? ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്നറിയപ്പെട്ടു. ഈ ഡ്യൂറ്റീരിയം ഓക്സൈഡിൻ്റെ സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? D2O ആണ് എന്തെന്ന് പറയുക? ഡ്യൂറ്റീരിയം ഓക്സൈഡ് എന്ന് പറയുക. ക്ലിയർ ആണോ? തിരിഞ്ഞു പോകരുത്, തെറ്റിപ്പോകരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഹെവി വാട്ടറിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ ഹെവി വാട്ടറിൻ്റെ എന്താണ് കെമിക്കൽ ഫോർമുല എന്താണെന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ? താഴെ തന്നിരിക്കുന്നതിനകത്ത് നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10, ദെൻ ഓപ്ഷൻ ഡി 11. ഏതാണ് നൈട്രജന്റെ? അറിയാമോ ഏതാണ് നൈട്രജൻ്റെത്? ഏതാണ് നൈട്രജൻ്റെ അറിയാമോ? ഏതാണ്? ഓപ്ഷൻ എ നൈട്രജൻ്റെ അല്ലേ. നൈട്രജൻ എന്ന് പറഞ്ഞ സിമ്പിൾ എങ്ങനെയാണ്? N ആണ് അറിയപ്പെടുക അല്ലേ. നൈട്രജൻ്റെ സിമ്പിൾ എന്ത്? N ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ് എഴുതുന്നത്? താഴെയാണ് എഴുതുന്നത്. അന്നേരം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എഴുതേണ്ടത്? താഴെയാണ് അല്ലേ. സിംബോളിക് റെപ്രസെൻറ്റേഷൻ്റെ താഴെയാണ് അറ്റോമിക് നമ്പർ എഴുതേണ്ടത്. മുകളിൽ എഴുതേണ്ടത് എപ്പോഴും എന്താണ്? മാസ് നമ്പർ ആണ് അല്ലേ. മാസ് നമ്പർ ആണ് എന്തെന്ന് പറയുക? മുകളിൽ എഴുതേണ്ടത്. താഴെ എഴുതേണ്ടത് എപ്പോഴും എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. ഇനി നോക്കിയേ, നമുക്കറിയാം ഈ അറ്റോമിക് നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? എന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പറയാം. ഈ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും എണ്ണം തന്നെ എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോട്ടോൺസ് കാണപ്പെടുന്നു. ഇവിടെ നോക്കിയേ, നൈട്രജൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് നമ്പർ എന്താണ്? 7 ആണ്. ഈ 7 തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? പ്രോട്ടോൺസിൻ്റെ എണ്ണം. അങ്ങനെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും? 7 ആയിരിക്കും. അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്താണ്? 7 ആണ്. ഇനി നോക്കിയേ, പ്രോട്ടോൺസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ്? പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം നമ്മളിവിടെ 7 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കാണപ്പെടുന്ന ഇലക്ട്രോൺസ് എത്ര തന്നെ ആയിരിക്കും കാണപ്പെടുക? 7 ആയിരിക്കും അല്ലേ. 7 തന്നെ ആയിരിക്കും. ഈക്വൽ നമ്പേഴ്സ് ആയിരിക്കും. പ്രോട്ടോണിൻ്റെയും അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ന്യൂട്രോൺ കണ്ടുപിടിക്കണം അല്ലേ. ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്ന് എന്തിനെ മൈനസ് ചെയ്യണം? അറ്റോമിക് നമ്പറിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസും ലഭിക്കും അല്ലേ. അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും? 10 ആയിരിക്കും. അതുപോലെ തന്നെ പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് പ്രോട്ടോൺ 10 ആണെങ്കിൽ ഇലക്ട്രോൺ എന്തായിരിക്കും? 10 ആയിരിക്കും. പക്ഷേ എന്താണ്? ന്യൂട്രോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ക്ലിയർ ആണോ? നോക്കിയേ, അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? സോഡിയം. കേട്ടിട്ടുണ്ടോ? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ആണ് എന്തെന്ന് പറയുക? 11 പറയുക. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അലോയ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് അലോയ് അല്ലാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ഇതിനകത്ത് നോട്ട് കൊടുത്തിട്ടുണ്ട്. മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ആണ് ഈ നോട്ട് എന്ന് പറയുക. നോക്കി, ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് അലോയ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ സോൾഡർ, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി ബ്രോൺസ്, ദെൻ ഓപ്ഷൻ ഡി ബ്രാസ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിനകത്ത് 3 എണ്ണം എന്തിന് എക്സാമ്പിളാണ്? അലോയ്സിന് എക്സാമ്പിളാണ്. എന്താണ് അലോയ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒന്നിൽ കൂടുതൽ അല്ലേ. ഒന്നിൽ കൂടുതലും എന്താണ് ചേർന്നിട്ടുള്ളത്? ഇപ്പം ടിന്ന്, ലെഡ് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിൽ കൂടുതൽ ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുക? നമ്മൾ അലോയ് ഫോം ചെയ്യുക എന്ന് പറയും അല്ലേ. അലോയ്സ് ഫോം ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ചേർന്നിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുക? അലോയ്സ് നിർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് അലോയ് അല്ലാത്തതിനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഏതാണ്? സോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലോയ്ക്ക് എക്സാമ്പിൾ ആണ്. എന്താണ്? സോൾഡർ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? അലോയ്ക്ക് എക്സാമ്പിൾ ആണ്. എന്താണ് സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ടിന്നിൻ്റെയും ലെഡിൻ്റെയും അല്ലേ. ടിന്നും ലെഡും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്? സോൾഡർ എന്ന് പറയുന്ന അലോയ് ഫോം ചെയ്യുന്നത്. അന്നേരം എന്താണ്? സോൾഡർ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു അലോയ്ക്ക് എക്സാമ്പിൾ ആണ്. എന്താണെന്ന് നോക്കിയേ, ടിന്നും ലെഡും കൂടെ ചേർന്നുള്ള അലോയ് ആണ് നമ്മൾ എന്തെന്ന് പറയുക? സോൾഡർ എന്ന് പറയുക. നമ്മൾ സോൾഡറിങ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ സോൾഡറിനെയാണ് യൂസ് ചെയ്യുക. ഇനി നോക്കിയേ, സിൽവർ
എന്താണ് സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മെറ്റലിന് എക്സാമ്പിൾ ആണ് അല്ലേ? സിൽവർ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മെറ്റലിന് എക്സാമ്പിൾ ആണ് അല്ലേ? സിമ്പിൾ എന്താണ്? AG കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നു. AG കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സിൽവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ ആണ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലോയി ആണ് അല്ലേ? ബ്രോൺസ് എന്ന് പറഞ്ഞാലും ബ്രാസ് എന്ന് പറഞ്ഞാലും എന്താണ്? അലോയ്സിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നോട്ട് ആൻ അലോയ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് അലോയ് അല്ലാത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ബി സിൽവർ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെയൊക്കെ മിക്സിംഗ് ആണ് ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അല്ലേ? കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും മിക്സറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രോൺസ് എന്നറിയപ്പെടുക. എന്തൊക്കെയാണ്? കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും മിക്സിനെയാണ് ബ്രോൺസ് എന്നറിയപ്പെടുക. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ പ്ലസ് എന്താണ്? കോപ്പർ പ്ലസ് എന്താണ്? സിങ്ക് അല്ലേ? കോപ്പർ പ്ലസ് സിങ്ക് ആണ് എന്തെന്ന് പറയുക? ബ്രാസ് എന്നറിയപ്പെടുക. അതിന് ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ പ്ലസ് സിങ്കും. ബ്രോൺസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കോപ്പർ പ്ലസ് ടിന്നിനെയാണ്. സോൾഡർ എന്നറിയപ്പെടുന്നത് എന്താണ്? ടിന്നിൻ്റെയും ലെഡിൻ്റെയും കൂടെ മിക്സറിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? സോൾഡർ എന്ന് അറിയപ്പെടുക. അന്നേരം നോക്കിയേ, സോൾഡറും ബ്രോൺസും ബ്രാസും എന്താണ്? അലോയ്സ് ആണ്. സിൽവർ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മെറ്റലിന് എക്സാമ്പിൾ ആണ്. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഹെവിയസ്റ്റ് ഗ്യാസ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഹെവിയസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ അറ്റോമിക് വോളിയം കൂടിയതായിട്ടുള്ളത്, അറ്റോമിക് വെയിറ്റ് കൂടിയതായിട്ടുള്ള ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി റെഡോൺ, ഓപ്ഷൻ സി ആർഗൺ, ദെൻ ഓപ്ഷൻ ഡി ഹീലിയം. നോക്കിയേ, ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയേ, എന്താണ്? റെഡോൺ എന്ന് പറഞ്ഞാലും ആർഗൺ എന്ന് പറഞ്ഞാലും ഹീലിയം എന്ന് പറഞ്ഞാലും എന്താണ്? നോബിൾ ഗ്യാസസ് ആണ് അല്ലേ? നോബിൾ ഗ്യാസസിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? റെഡോൺ, ആർഗൺ, ഹീലിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നോബിൾ ഗ്യാസസിന് എക്സാമ്പിൾ. ഹൈഡ്രജൻ എന്തിന് എക്സാമ്പിൾ അല്ല? ഒരു നോബിൾ ഗ്യാസിന് എക്സാമ്പിൾ അല്ല, പക്ഷെ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ഫ്യൂൽ ഓഫ് ദ ഫ്യൂച്ചർ അല്ലെ? ഫ്യൂൽ ഓഫ് ദ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന ഏതിനാണ്? ഹൈഡ്രജനെയാണ്. നമുക്ക് നോക്കിയ താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്താണ്? മാസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? അറിയാമോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി. ഏതാണ്? ഓപ്ഷൻ ബി റെഡോൺ ആണ് എന്തെന്ന് അറിയപ്പെടുക? ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് അറിയപ്പെടുക, അല്ലെങ്കിൽ വോളിയം കൂടിയതായിട്ടുള്ള. തന്നിരിക്കുന്നതിനകത്ത് വോളിയം കൂടുതൽ ഹെവിയസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെയാണ്? റെഡോണിനെയാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫാറ്റ്സ് ഇൻ അവർ ബോഡി ആർ ഡൈജസ്റ്റഡ് ഇൻ ഡാഷ്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡൈജസ്റ്റ് ആവുന്നത് താഴെ പറയുന്ന ഏത് ഓർഗനിൽ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി സ്പ്ലീൻ, ഓപ്ഷൻ സി ലങ്സ്, ദെൻ ഓപ്ഷൻ ഡി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. 4 ഓർഗൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓർഗനകത്ത് ഫാറ്റ് അല്ലേ, ഫാറ്റ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റഡ് ആവുന്നത് ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്. എന്താണ് ആൻസർ? കറക്റ്റ് ആൻസർ നോക്കിയേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ചെറുകുടൽ അല്ലേ? ചെറുകുടലിൽ വെച്ചാണ് എന്ത് ചെയ്യുക? ഫാറ്റ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? എന്ത് ഡൈജസ്റ്റഡ് ആവുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് നമ്മുടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണപ്പെടും. ഓർക്കുന്നുണ്ടോ? നമ്മൾ ബയോളജിയിൽ ഒക്കെ പഠിക്കുന്നുണ്ട്, ഒരു കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്? നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുകയാണ്? ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡിനകത്ത് നിന്ന് ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് എവിടെയാണ്?
സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടും ബാക്കി എന്ത് ചെയ്യുന്നുണ്ട് വാട്ടർ കണ്ടന്റ് ഒക്കെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലുമാണ്. ബാക്കി വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് പുറത്ത് പോകുന്നത് അല്ലേ. അന്നേരം നോക്കി ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. നമ്മുടെ വിരലുകളുടെ കണക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറേ പ്രൊജക്ഷൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രിയൻസിനൊക്കെ എന്ത് ചെയ്യാനായിട്ട് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്ഷനാണ്. ആ പ്രൊജക്ഷന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷന് പറയുന്ന പേരെന്താണ് ആർക്കെങ്കിലും അറിയാമോ? വില്ലീസ്. കേട്ടിട്ടുണ്ടോ വില്ലീസ്? അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ന്യൂട്രീഷ്യൻസ്, നമ്മളെ ഫുഡിൽ കഴിക്കുന്ന ന്യൂട്രീഷ്യൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഇവ ഉണ്ടാണ് എന്ത് ചെയ്യുക കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ന്യൂട്രീഷ്യൻസിനെ എന്ത് ചെയ്യുക അബ്സോർബ് ചെയ്തെടുക്കാനുള്ള പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ? എന്താണ് ഡക്റ്റൈൽ മെറ്റൽ? മെറ്റൽസിന്റെ പ്രോപ്പർട്ടി, മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്തുള്ളതാണ് എന്തെന്നറിയപ്പെടുക? മാലിയബിലിറ്റി. മാലിയബിലിറ്റി അതുപോലെ തന്നെ എന്താണ് ഡക്റ്റിലിറ്റി, ലസ്റ്റർ പ്രോപ്പർട്ടി അല്ലേ. ലസ്റ്റർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് തിളക്കമുള്ളത്. പിന്നെന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അടിച്ച് പരത്താൻ പറ്റുന്നത് അല്ലേ. മെറ്റൽസിന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് പരത്താനായിട്ട് പറ്റും. അതിനെ അടിച്ച് പരത്തി ഷീറ്റാക്കി മാറ്റുന്നത് പ്രോസസ്സാണ് എന്തെന്ന് പറയുക മാലിയബിലിറ്റി എന്ന് പറയുക. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് വലിച്ചു നീട്ടി തിൻ വയേഴ്സ് ആക്കി മാറ്റണം അല്ലേ. തിൻ വയേഴ്സ് ആക്കി മാറ്റുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുക ഡക്റ്റിലിറ്റി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ? ഏറ്റവും നല്ല രീതിയിൽ വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഗോൾഡ്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി സിൽവർ, ദെൻ ഓപ്ഷൻ ഡി അയൺ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന മെറ്റൽ ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തിൻ വയേഴ്സ്, ഏറ്റവും നല്ല രീതിയിൽ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ ഗോൾഡ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 1 ഗ്രാം ഗോൾഡ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കിലോമീറ്റർ വരെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വലിച്ചു നീട്ടി തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ. 1 ഗ്രാം ഗോൾഡ് നമുക്കറിയാം. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ 1 ഗ്രാം ഗോൾഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിൻ വയറാക്കി എത്ര കിലോമീറ്റേഴ്സ് കൊണ്ടുപോകാൻ പറ്റും? 2 കിലോമീറ്റേഴ്സ് ലെങ്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അന്നേരം ഏറ്റവും നല്ല രീതിയിൽ ഡക്റ്റൈൽ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ ഗോൾഡ് ആണ് എഴുതേണ്ടത് അല്ലേ. ഗോൾഡിന്റെ സിമ്പൽ എന്താണ്? AU ആണ് ഗോൾഡിന്റെ സിമ്പല്. സിൽവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? AG ആണ്. തിരിഞ്ഞു പോകരുത്, ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഗോൾഡിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? AU ആണ്. ഏതാണ് ലാറ്റിൻ നെയിം? ഓറം. കേട്ടിട്ടുണ്ടോ? ഓറം. ഓറം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് നമുക്ക് എന്ത് പറയുക ഗോൾഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള AU എടുക്കുക അല്ലേ. നോക്കിയേ AG എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽവറിന്റെ സിമ്പിളാണ് ഏതെന്ന് പറയുക AG അല്ലേ. അർജന്റം. അർജന്റം എന്നാണ് എന്തെന്ന് പറയുക ലാറ്റിൻ നെയിം. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? AG എന്നുള്ള സിമ്പിൾ കണ്ടുപിടിച്ചത്. കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? CU ആണ് കോപ്പർ അല്ലേ. കോപ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താണ്? CU ആണ്. സിൽവറിന്റെ എന്താണ്? AG ആണ്. അയണിന്റെ സിമ്പിൾ എന്താണ്? FE ആണ് അയണിന്റെ സിമ്പിൾ. ഏതാണ്? ഫെറം. കേട്ടുണ്ടോ? ഫെറം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? FE എന്നുള്ള സിമ്പിൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? ഓരോ എലമെന്റ്സിന്റെ സിമ്പിൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഹൈഡ്രജന് സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? H എഴുതണം. ഹീലിയത്തിൻ്റെ ആണെങ്കിൽ എന്ത് എഴുതണം? HE ആണ് ഹീലിയത്തിൻ്റെത് അല്ലേ. ലിഥിയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? Li ആണ് ലിഥിയത്തിൻ്റെത്. അലൂമിനിയത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? Al ആണ് അലൂമിനിയത്തിൻ്റെത്. സിങ്കിൻ്റെ ആണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എന്ത് എഴുതണം? എന്താണ് സിങ്കിൻ്റെത്? Zn ആണ് എഴുതേണ്ടത്. മഗ്നീഷ്യം ആണെങ്കിൽ എന്ത് എഴുതണം? Mg ആണ് മഗ്നീഷ്യത്തിൻ്റെത് അല്ലേ. പക്ഷേ മാംഗനീസ് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതേണ്ടത്? Mn ആണ് മാംഗനീസിൻ്റെ എഴുതേണ്ടത് അല്ലേ. Mn മാംഗനീസും Mg എന്താണ്? മഗ്നീഷ്യമാണ്. അന്നേരം എന്ത് ചെയ്യുക?
കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 112 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 112 എലമെൻറ്റ്സിൽ ഏകദേശം ഒരു 60 എലമെൻറ്റ്സിൻ്റെ എന്ത് പഠിക്കണം, സിമ്പിൾസ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതിൻ്റെ സിമ്പിൾസ് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഉറപ്പായിട്ടും അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും കേട്ടോ. Ni എന്ന് പറഞ്ഞാൽ എന്താണ്, നിക്കലാണ് അല്ലേ. Ni എന്ന് പറഞ്ഞാൽ എന്താണ്, നിക്കലാണ്. O എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഓക്സിജനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, കാർബൺ അല്ലേ. കാർബണിൻ്റെ സിമ്പലാണ് സി എന്ന് പറയുക. സി എ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്, കാൽസ്യം അല്ലേ. കാൽസ്യത്തിൻ്റെ സിമ്പലാണ് സി എ എന്ന് പറയുക. സി യു എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പർ ആണ് അല്ലേ. സി എ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽസ്യം ആണ്. സി യു എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പർ ആണ്. സി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊബാൾട്ട് ആണ് അല്ലേ. അന്നേരം എന്ത് ചെയ്യുക, നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ടേംസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേ ഇരിക്കുക. സിമ്പിൾസ് എന്ത് ചെയ്യണം, ബൈ ഹാർട്ടാക്കി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ മെറ്റൽ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? എന്താണ് പറഞ്ഞേക്കുന്നത്, താഴെ തന്നിരിക്കുന്നതിനകത്ത് നോൺ മെറ്റൽസിനകത്ത് പ്രോപ്പർട്ടിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചേക്കുക. നമുക്കറിയാം നോൺ മെറ്റൽസിന് സാധാരണ രീതിയിൽ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഹീറ്റിനെയോ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്, മെറ്റൽസിന് മാത്രമാണ് എന്ത് പറയാനുള്ള കപ്പാസിറ്റി ഉള്ളത്, ഹീറ്റിനെയും അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളവ ആർക്കാണ്, മെറ്റൽസ് ആണ്. എന്തുകൊണ്ടായിരിക്കും, അവർ സോളിഡ് സ്റ്റേറ്റിലാണ് കൂടുതലായിട്ടും കാണപ്പെടുക അല്ലേ. സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ്, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവ ഓൾമോസ്റ്റ് എല്ലാം എന്താണ്, ഗേഷ്യസ് സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നു. ഗേഷ്യസ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഇല്ല, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും വളരെ കുറവാണ്. പക്ഷേ ഇതെന്താണ് നമ്മൾ പറഞ്ഞ, ഈ ക്വസ്റ്റ്യനകത്ത് ഒരു നോൺ മെറ്റൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനെന്താണ്, ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. ഏതാന്ന് നോക്കാം നമുക്ക് ആൻസർ. ഓപ്ഷൻ എ ബ്രോമിൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. ഈ 4 ഓപ്ഷനും എന്തിന് എക്സാമ്പിൾ ആണ്, എന്താണ്, നോൺ മെറ്റൽസിന് എക്സാമ്പിൾ ആണ് ഈ 4 എണ്ണം അല്ലേ. ഈ 4 നോൺ മെറ്റൽസിനകത്ത് ഒരെണ്ണത്തിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ളത്. അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്, ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് ആണ് ആൻസർ എഴുതേണ്ടത് അല്ലേ. ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് ആണ് എഴുതേണ്ടത്. എന്താണ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് എന്തെന്ന് പറയുക, ഗ്രാഫൈറ്റ് അല്ലേ. നമുക്ക് സെല്ലിനകത്തൊക്കെ കാണപ്പെടുന്നുണ്ട്, സെല്ലിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. ഇതെന്താണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഗ്രാഫൈറ്റിനുണ്ട്. ഗ്രാഫൈറ്റ് എന്തിൻ്റെ രൂപാന്തരം എന്ന് ചോദിച്ചാൽ എന്താണ്, കാർബണിൻ്റെ ഒരു പ്യൂറസ്റ്റ് ഫോം ആണ് അല്ലേ, ക്രിസ്റ്റലൈൻ ഫോം ആണ്. പ്യൂറസ്റ്റ് ഫോമും പറയാം നമുക്ക്, അതുപോലെ തന്നെ എന്താണ്, ക്രിസ്റ്റലൈൻ ഫോം ആണ്. 3 ക്രിസ്റ്റലൈൻ ഫോംസ് ആണ് കാർബൺ ഉള്ളത്. ഏതൊക്കെയാണ്, ഡയമണ്ട്, പിന്നെന്താണ്, ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ എന്താണ്, ഫുള്ളറൈൻ. ഇത് 3ഉമാണ് ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറയുക. എന്താണ് ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്ട്രക്ചർ വരച്ച് കാണിക്കാൻ പറ്റും അല്ലേ. ഈ കാർബണിൻ്റെ സ്ട്രക്ചറിനകത്ത് ബാക്കി ഒന്നിലും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഫുള്ളറൈൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും, ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും, ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അന്നേരം ഈ 3 എണ്ണം നമുക്ക് സ്ട്രക്ചർ വരച്ച് കാണിക്കാനും പറ്റും. അതുകൊണ്ട് കാർബണിൻ്റെ 3 ക്രിസ്റ്റലൈൻസ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഏതൊക്കെയാണ്, ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറൈനുമാണ്. ബാക്കി കോള്, ചാർക്കോള്, വുഡ് ചാർക്കോള് ഇങ്ങനെയൊക്കെ വരുന്നത് എല്ലാം എന്താണ്, അമോർഫസ് ഫോംസ് ആണ് കേട്ടോ. കാർബണിൻ്റെ അമോർഫസ് ഫോംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ഏതാണ്, കോള്, ചാർക്കോള്, വുഡ് ചാർക്കോളൊക്കെയാണ് എന്ത് എഴുതേണ്ടത്, കാർബണിൻ്റെ അമോർഫസ് ഫോംസിൽ എഴുതുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പിൾ ഓഫ് സിൽവർ? താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്താണ്, സിൽവറിൻ്റെ കെമിക്കൽ സിമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സിൽവറിൻ്റെ സിമ്പിൾ നോക്കിയേ, SR. ഓപ്ഷൻ എ SR, ഓപ്ഷൻ ബി SB, ഓപ്ഷൻ സി AG, ദെൻ ഓപ്ഷൻ ഡി AU. ഈ 4 എണ്ണത്തിനകത്ത് എന്താണ് സിൽവറിൻ്റെ സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ സി AG ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ സി ആണ് എഴുതേണ്ടത്. ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്? എന്താണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി ഗോൾഡ്, ഓപ്ഷൻ സി ഡയമണ്ട്, ദെൻ ഓപ്ഷൻ ഡി കോള്. അല്ലേ, 4 നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഏറ്റവും ഹാർഡസ്റ്റ് അല്ലെ, യൂണിവേഴ്സിൽ ഏറ്റവും കട്ടിയുള്ള സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി ഡയമണ്ട് ആണ് എഴുതേണ്ടത്. അല്ലേ, ഡയമണ്ടിനാണ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ കട്ടി. അല്ലേ, ഏറ്റവും കൂടുതൽ കട്ടി കാണപ്പെടുന്നത് ഏതാണ്? ഡയമണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് കാണപ്പെടുന്ന റോക്സിനെ പറയുന്ന പേരെന്താണ്? ഡയമണ്ട് കാണപ്പെടുന്നത് സെഡിമെന്ററി റോക്സ് ആണ്. അതിനകത്ത് ഡയമണ്ട് കാണപ്പെടുന്ന റോക്സ് എന്താണ്? ഗിംബർലൈറ്റ്സ് റോക്സ്. കേട്ടിട്ടുണ്ടോ? ഗിംബർലൈറ്റ്സ് റോക്സിലാണ് എന്ത് കാണപ്പെടുന്നത്? ഡയമണ്ട് കാണപ്പെടുന്നത്. അല്ലേ, നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയമണ്ട്സിനെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഗ്രാഫൈറ്റ് എന്താണ്? കാർബണിന്റെ ഒരു രൂപമാണെന്ന് പറഞ്ഞു. നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എഴുതുന്ന പെൻസിലുണ്ടല്ലോ, പെൻസിലിൻ്റെ ലെഡിൽ കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഗ്രാഫൈറ്റ് ആണ്. നമ്മുടെ സെല്ലിലെ ബാറ്ററിയുടെ സെൻറ്റർ പോർഷനിൽ കാണപ്പെടുന്നതും ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ക്ലിയർ ആണോ? അതിന് ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഡയമണ്ട് ആണ് എഴുതേണ്ടത്. ഡയമണ്ടിൻ്റെ തിളക്കത്തിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അല്ലേ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? ഡയമണ്ട് തിളക്കത്തിന് കാരണമായിട്ടുള്ള ലൈറ്റിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സോൾഡർ ഈസ് എ മിക്സർ ഓഫ് വിച്ച് മെറ്റൽസ്? അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? സോൾഡർ ഈസ് ആൻ മിക്സർ ഓഫ് വിച്ച് മെറ്റൽസ്? സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു അലോയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു. അല്ലേ, സോൾഡർ അലോയ്ക്ക് എക്സാമ്പിൾ ആണെങ്കിൽ ഏതൊക്കെ മെറ്റൽ തമ്മിൽ മിക്സ് ചെയ്താണ് ഈ അലോയ് ഫോം ചെയ്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഏതാണ്? ഓപ്ഷൻ എ PB ആൻഡ് SN, ഓപ്ഷൻ ബി CU ആൻഡ് SN, ഓപ്ഷൻ സി CU ആൻഡ് ZN, ദെൻ ഓപ്ഷൻ ഡി CU ആൻഡ് NI. ഏതായിരിക്കും ആൻസർ? PB ആൻഡ് SN. എന്താണ് PB ആൻഡ് SN എന്ന് പറഞ്ഞാൽ? ടിന്ന് ആൻഡ് ടിന്നും പിന്നെന്താണ് ഒന്നും കൂടെ ഉണ്ട്. ഏതാണ്? ടിന്നും ലെഡും. അല്ലേ, ടിന്നിൻ്റെയും ലെഡിൻ്റെയും മിക്സ്ഡാണ് എന്തെന്ന് പറയുക? സോൾഡർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ടിന്നും ലെഡും താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? PB എന്തിൻ്റെയാണ്? ലെഡിൻ്റെയാണ്. SN എന്ന് പറഞ്ഞാൽ എന്താണ്? ടിന്നിൻ്റെ സിമ്പിളാണ്. അന്നേരം ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. PB ആൻഡ് SN. PB എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഡിൻ്റെ സിമ്പിളാണ്. SN എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സിമ്പിളാണ്? ടിന്നിൻ്റെ സിമ്പിളാണ്. അതിനാൽ ലെഡിൻ്റെയും ടിന്നിൻ്റെയും മിക്സർ ആയിട്ടുള്ള അലോയി ആണ് എന്തെന്ന് പറയുക? സോൾഡർ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B2? എന്താണ്? വൈറ്റമിൻ B2. വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ B2വിനകത്ത് B കോംപ്ലക്സ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ B2വിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ തൈമിൻ, ഓപ്ഷൻ ബി റെറ്റിനോൾ, ഓപ്ഷൻ സി അസ്കോർബിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി റൈബോഫ്ലാവിൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തറിയപ്പെടുന്നുണ്ട്? വൈറ്റമിൻ B2 എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഡി റൈബോഫ്ലാവിനാണ് എന്തെന്നറിയപ്പെടുക? വൈറ്റമിൻ B2 എന്ന് അറിയപ്പെടുക. വൈറ്റമിൻ എ അറിയപ്പെടുന്ന പേരെന്താണ്? റെറ്റിനോൾ. അല്ലേ, വൈറ്റമിൻ എ അറിയപ്പെടുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റെറ്റിനോൾ ആണ്. അസ്കോർബിക് ആസിഡ് എന്താണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ സി എ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുക? അസ്കോർബിക് ആസിഡ്. അതിന് വൈറ്റമിൻ സി എ പറയുന്ന പേര് അസ്കോർബിക് ആസിഡ് എന്നും വൈറ്റമിൻ എ പറയുന്ന പേരെന്താണ്? റെറ്റിനോൾ എന്നും വൈറ്റമിൻ B2വിനെ പറയുന്ന പേരെന്താണ്? റൈബോഫ്ലാവിൻ എന്നാണ്. അതിന് ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് എന്തെന്ന് പറയുക? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്.
എന്താണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈറ്റമിൻസ് പഠിക്കണം അല്ലേ. വൈറ്റമിൻ എ, ബി, സി, ഡി ഈ വൈറ്റമിൻസും പഠിക്കണം. അതുപോലെ എന്താണ് ബി കോംപ്ലക്സുകൾ അതും പഠിക്കണം. അതുമൂലമുണ്ടാകുന്ന ഡിസീസുകൾ അല്ലേ, വൈറ്റമിൻസ് കുറവ് മൂലമുണ്ടാകുന്ന ഡിസീസുകളും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ബയോളജിയിലൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്തെന്ന് പറയുക, വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ഈ വൈറ്റമിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഡിസീസും കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ട്രിഷ്യം ഈസ് ആൻ ഐസോടോപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ട്രിഷ്യം എന്ന് പറയുന്നത് ഏതിൻ്റെ ഐസോടോപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർബൺ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ദെൻ ഓപ്ഷൻ ഡി യുറേനിയം. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് ട്രിഷ്യം എന്ന് പറയുന്നത് ഏതിൻ്റെ ഐസോടോപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാതെ നമുക്കത് പറയാൻ പറ്റണം. ഏതിൻ്റെയാണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് എന്തെന്നറിയപ്പെടുക, ട്രിഷ്യം എന്നറിയപ്പെടുക അല്ലേ. ഡ്യൂറ്റീരിയം, ട്രിഷ്യം ഇത് രണ്ടും എന്താണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ് അല്ലേ. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ഒന്നുകൂടെ ഉണ്ട് പ്രോട്ടിയം, എന്താണ് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം ഇത് 3 നമ്മൾ പറഞ്ഞു. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് പ്രധാനപ്പെട്ട ഉള്ളത്. അതിനാൽ ഡ്യൂറ്റീരിയം ഓക്സൈഡിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡ്യൂറ്റീരിയമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ നോക്കി 3 ഐസോടോപ്പിനകത്ത് ഏതാണ് ഡ്യൂറ്റീരിയം, പ്രോട്ടിയം, ട്രിഷ്യം ഇത് 3 ഐസോടോപ്പുകൾ. അതിനകത്ത് എന്താണ് ചോദിച്ചേക്കുന്നത്, എന്താണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്, ഏതാണ് ട്രിഷ്യമാണ്. ട്രിഷ്യം റിലേറ്റഡ് ആയിട്ടുള്ള ടേം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, ഹൈഡ്രജൻ ആണ് അല്ലേ. കാർബണിൻ്റെ സിമ്പിൾ ഏതാണ്, സി ആണ്. ഓക്സിജൻ്റെ സിമ്പിൾ എന്താണ്, ഒ ആണ്. യുറേനിയത്തിൻ്റെ എന്താണ് ക്യാപിറ്റൽ യു ആണ് യുറേനിയത്തിൻ്റെ സിമ്പിൾ എന്നറിയപ്പെടുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നോക്കി, ഓക്സിജൻ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നമ്മൾ അകത്തോട്ട് എടുക്കുന്ന ഗ്യാസ് ഏതാണ്, ഓക്സിജനും. റിലീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാർബൺ ഡയോക്സൈഡുമാണ് അല്ലേ. തിരിച്ച് നമ്മൾ പുറത്തോട്ട് വിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാന്റ്സ് എന്താണ് ചെയ്യുക, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ ക്വസ്റ്റിനകത്ത്? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് എസെൻഷ്യൽ ഫോർ കമ്പഷൻ. ഓക്കെ, കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് എസെൻഷ്യലായിട്ട് വേണ്ടുന്ന ഗ്യാസ് ആണ് ചോദിച്ചത്. എന്താണ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ, എന്താണ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, കത്താൻ സഹായിക്കുന്ന അല്ലേ, തീ കത്താൻ സഹായിക്കുന്നു, കത്തിക്കാൻ വേണ്ടിയിട്ടല്ല കത്താൻ സഹായിക്കുന്ന വാതകമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി മീഥേൻ. നമുക്കറിയാം നമ്മൾ വീടുകളിൽ വിറകടുപ്പുണ്ട് അല്ലേ, വിറകടുപ്പുണ്ട്. ആ വിറകടുപ്പിൽ തീ കത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിറകെല്ലാം കൂടെ ഒരുമിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അതിനകത്ത് തീ പിടിക്കില്ല. പക്ഷേ എന്താണ് അതിനകത്ത് എസെൻഷ്യലായിട്ട് വേണ്ടുന്ന ഗ്യാസ്, തീ കത്താൻ സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്. ഏതാണ് വേണ്ടുന്നത്, ഓക്സിജൻ അല്ലേ. എല്ലാം കൂടെ ഞെരുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ കത്തില്ല. പക്ഷെ ഒന്ന് റിലീസ് ചെയ്തിട്ട് കുറച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യും, അകത്തോട്ട് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, പെട്ടെന്ന് തീ പിടിക്കും. അന്നേരം എന്താണ് കത്താൻ സഹായിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഓക്സിജൻ ആണ് വേണ്ടുന്നത്. മീഥേൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർഷ് ഗ്യാസ് അല്ലേ, മാർഷ് ഗ്യാസ് എന്നും അതുപോലെ CNG അല്ലേ ഗോബർ ഗ്യാസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, മീഥേൻ ആണ് എഴുതേണ്ടത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വെഹിക്കിൾസിനകത്തു നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുവിടുന്ന അന്തരീക്ഷത്തിന് ഹാനികരമായിട്ടുള്ള ഗ്യാസ് ആണ് എന്തെന്ന് പറയുക, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുക. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇതിൻ്റെ ആൻസർ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ സി കത്താൻ സഹായിക്കുന്ന കമ്പഷന് സഹായിക്കുന്ന ഗ്യാസ് എപ്പോഴും ഏതാണ്, ഓക്സിജൻ ആണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ
എയർ ആർ നോൺ ആസ് അല്ലെ എയറിന്റെ മെഷർമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അനിമോമീറ്റർ, ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ, ഓപ്ഷൻ ബി സ്ട്രാബോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി വെഞ്ചുറിമീറ്റർ അല്ലെ 4 ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എയറിന്റെ മെഷർമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് ആൻസർ? ഓപ്ഷൻ എ അനിമോമീറ്റർ ആണ് ആൻസർ എഴുതേണ്ടത് അല്ലേ. ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ വാട്ടറിന്റെ സാന്ദ്രത ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഹൈഗ്രോമീറ്റർ ആണ് അല്ലേ. ആർദ്രത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഗ്രോമീറ്റർ ആണ്. വെഞ്ചുറിമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? അതായത് ഒരു പൈപ്പിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു പൈപ്പിനകത്തൂടെയൊക്കെ എന്ത് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുക? വെഞ്ചുറിമീറ്റർ എന്ന് പറയുക. അന്നേരം എന്താണ്? ഉപകരണങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റിനകത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, ഫിസിക്സിനകത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ. ലാക്ടോമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ലാക്ടോമീറ്റർ എന്തിനാണ് ലാക്ടോമീറ്റർ യൂസ് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ്? പാലിൻ്റെ ശുദ്ധത അളക്കാൻ അല്ലേ, മിൽക്കിൻ്റെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, മിൽക്കിൻ്റെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലാക്ടോമീറ്റർ ആണ് യൂസ് ചെയ്യുക അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ. ലാക്റ്റിക് ആസിഡ് ആണ് എന്തെന്നറിയപ്പെടുക? മിൽക്കിൽ അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ എന്താണ്? കേർഡ് അല്ലേ, തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. അന്നേരം ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്നറിയപ്പെടുക? ലാക്ടോമീറ്റർ എന്ന് അറിയപ്പെടുക. ക്ലിയർ ആണോ? ഗാൽവനോമീറ്റർ എന്താ യൂസ് ചെയ്യുന്നുണ്ട്? അതായത് കറണ്ടിൻ്റെ മെഷർമെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? ഗാൽവനോമീറ്റർ എന്ന് പറയുക. ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ക്രോമസോമുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 46, ഓപ്ഷൻ ഡി 48. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. എന്താണ് ചോദിച്ചേക്കുന്നത്? ക്രോമസോമുകളുടെ നമ്പേഴ്സ് ആണ്, എണ്ണമാണ് ചോദിച്ചതെങ്കിൽ ഏതെഴുതണം? പെയർ ആണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടും 2 ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എത്ര പെയേഴ്സ് ആണ് ക്രോമസോം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എഴുതണം, അല്ലെങ്കിൽ എന്താണെന്നുള്ള കറക്റ്റായിട്ട് നോക്കണം. നോക്കിയേ, ക്രോമസോമിൻ്റെ എണ്ണമാണെങ്കിൽ എന്താണ് എഴുതേണ്ടത്? 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്നത്, നമ്പേഴ്സ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പെയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം എന്താണ്? 23 പെയേഴ്സ്. രണ്ടും 2 ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചത്? ക്രോമസോംസ് എത്ര പെയേഴ്സ് ആണ് ഹ്യൂമൻ ബോഡിയിൽ ചോദിക്കുന്നെങ്കിൽ 23 പെയേഴ്സ് എന്ന് പറയണം. എത്ര നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയണം? 46 നമ്പേഴ്സ് ആണ് എന്തിലുള്ളത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പെർസെക് ഈസ് യൂണിറ്റ് ഓഫ് വാട്ട്? പെർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടൈം, ഓപ്ഷൻ ബി ഡിസ്റ്റൻസ്, ഓപ്ഷൻ സി ഫ്രീക്വൻസി, ദെൻ ഓപ്ഷൻ ഡി ആംഗുലർ ആക്സലറേഷൻ. 4 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 പോയിന്റിനകത്ത് പെർസെക് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എന്തിന് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർസെക് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്? ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പെർസെക് യൂസ് ചെയ്യുക. എന്താണ് പെർസെക്കിൻ്റെ പ്രത്യേകത? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. ലോങ് ഡിസ്റ്റൻസ് എവിടെയുള്ള ലോങ് ഡിസ്റ്റൻസ്? നമുക്ക് അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് അല്ലേ, ഗാലക്സികൾ തമ്മിലോ അല്ലെങ്കിൽ എന്താണ് സ്റ്റാറുകളോ ഒക്കെ തമ്മിലുള്ള ലോങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? പെർസെക് എന്ന് പറയുക അല്ലേ. പെർസെക്കും അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഇയർ. കേട്ടിട്ടുണ്ട് ലൈറ്റ് ഇയറും നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ? അതായത് പ്രകാശം ഒരു വർഷം കൊണ്ട് എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നോ അതാണ് എന്തെന്ന് പറയുക? ലൈറ്റ് ഇയർ എന്ന് പറയുക അല്ലേ. പെർസെക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പെർസെക് യൂസ് ചെയ്യുക അല്ലേ. പെർസെക് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്? ഓക്കെയാണ്.
ഇതൊക്കെ 3.46 ലൈറ്റ് ഇയർ ആണ് എന്തെന്ന് അറിയപ്പെടുക, ഒരു പേഴ്സക്ക് എന്ന് അറിയപ്പെടുക അല്ലെ. 3.46 ലൈറ്റ് ഇയർ എന്ന് അറിയപ്പെടുന്നതാണ് ഒരു പേഴ്സക്ക് എന്ന് അറിയപ്പെടുക. എന്താണ്, ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പേഴ്സക്കിനെ യൂസ് ചെയ്യുക. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ. ആർമി, നേവി, SSC, RRB ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ലൈവിൻ്റെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ലൈവിൻ്റെ ലിങ്കുകൾ വീഴുന്നതും നോട്ടിഫിക്കേഷൻസിൻ്റെ PDF-കളൊക്കെ വീഴുന്നതും നമ്മുടെ ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് കനോട്ട് പാസ് ത്രൂ വാട്ടർ. സൗണ്ട് പാസ് ചെയ്യാത്തത് ഏതിനകത്തൂടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A വാട്ടർ, ഓപ്ഷൻ B സ്റ്റീൽ, ഓപ്ഷൻ C എയർ, ദെൻ ഓപ്ഷൻ D വാക്വം. എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിൽ ഓടി വരണം. എന്താണ്, വാക്വത്തിലൂടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സൗണ്ട് മൂവ് ചെയ്യില്ല. ശൂന്യതയിൽ കൂടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സൗണ്ട് മൂവ് ചെയ്യത്തില്ല. റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. എന്താവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സൗണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പാസ് ചെയ്യുകയുള്ളൂ അല്ലേ. പക്ഷേ വാക്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ശൂന്യതയിലാണ്. ശൂന്യതയിൽ കൂടെ എന്ത് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് വാക്വം ആണ്. പക്ഷെ എന്ത് ചെയ്യത്തില്ല, സൗണ്ട് ഒരിക്കലും വാക്വത്തിലൂടെ എന്ത് ചെയ്യത്തില്ല, മൂവ് ചെയ്യത്തില്ല. പക്ഷേ ഏതിനകത്തൂടെ മൂവ് ചെയ്യും, സ്പീഡിൽ മൂവ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്, സ്റ്റീലിൽ കൂടെ അല്ലെ സോളിഡിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്പീഡിൽ മൂവ് ചെയ്യും സോളിഡിനകത്ത്. അതിൽ ആ സോളിഡിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ സൗണ്ട് മൂവ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനകത്താണ്, സ്റ്റീലിനകത്താണ് സൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ മൂവ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വേർ ഈസ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫോം ഇൻ ദ ഹ്യൂമൻ ഐ. നമ്മുടെ ഹ്യൂമൻ ഐയിൽ എവിടാണ് ഇമേജസ് ഫോം ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A കോർണിയ, ഓപ്ഷൻ B ഐറിസ്, ദെൻ ഓപ്ഷൻ C പ്യൂപ്പിൾ, ദെൻ ഓപ്ഷൻ D റെറ്റിന. ഇത് നാലും നമ്മൾ എന്താണ്, കണ്ണിൻ്റെ ഭാഗമാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്, ഓഫ്താൽമോളജി അല്ലേ. കണ്ണിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ്, ഓഫ്താൽമോളജി ആണ്. അങ്ങനെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹ്യൂമൻ ഐയിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടാണ് റെറ്റിനയിലാണ് ഫോം ചെയ്യുക. ഏതാണ് ആൻസർ ചെയ്യേണ്ടത്, ഓപ്ഷൻ D റെറ്റിനയാണ് അല്ലേ. റെറ്റിനയിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇമേജസ് ഫോം ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്? നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ഇൻഫ്രാറെഡ് റേസ്, ഓപ്ഷൻ B അൾട്രാസോണിക് വേവ്സ്, ദെൻ ഓപ്ഷൻ D സൗണ്ട് വേവ്സ്, ദെൻ ഓപ്ഷൻ D കാഥോഡ് റേസ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് ചോദിച്ചേക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ A ഇൻഫ്രാറെഡ് റേസ് ആണ് എന്തെന്ന് പറയുക, എന്ന് പറയുക ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ ആണ്. ഈ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഹ്യൂമൻ ബീൻസിൽ നമുക്ക് എന്താണ് ഓഡിബിൾ റേഞ്ച് ഉണ്ട് അല്ലേ. എത്ര തൊട്ടാണ്, 20 ഹെർട്സ് ടു എന്താണ് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് അല്ലേ. 20,000 ഹെർട്സ് ആണ് എന്തെന്ന് പറയുക, ഹ്യൂമൻ ബീസിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുക അല്ലേ. ഈ ഓഡിബിൾ റേഞ്ച് അതായത് 20 ഹെർട്സിന് താഴെയാണെങ്കിൽ എന്താണ്, ഇൻഫ്രാസോണിക്കും അതുപോലെ തന്നെ 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ എന്താണ്, അൾട്രാസോണിക് സൗണ്ടും ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കി 20,000 ഹെർട്സിന് മുകളിലുള്ള ഈ അൾട്രാസോണിക് സൗണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബാറ്റ് പോലുള്ള ജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എന്തല്ല, ഹ്യൂമൻ ബീൻസിന് ഓഡിബിൾ റേഞ്ച് അല്ല. ഇൻഫ്രാസോണിക് സൗണ്ടും എന്തല്ല, ഹ്യൂമൻ ബീൻസിന് ഓഡിബിൾ റേഞ്ച് അല്ല. ഹ്യൂമൻ ബീൻസിന് ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, 20 ഹെർട്സിനും 20,000 ഹെർട്സിന് ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമായിരിക്കും എന്തെന്ന് അറിയപ്പെടുക, നമുക്ക് ഓഡിബിൾ റേഞ്ച് എന്ന് അറിയപ്പെടുക. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? 25 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്ത 25 ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാവുന്നതാണ്.
നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.